क्या नाम है मेरे भाई आपका? हसीबुर रहमान। नीट के बच्चे का बहुत पेपर फेल हो रहा है ना, हाँ। इसीलिए। कब हुआ था पेपर लीक? अभी कुछ दिन पहले। कहाँ पर? नीट का फुल फॉर्म क्या? ये कांग्रेस जनता पार्टी वाले आवाज उठा रहे हैं ना, इसलिए। कांग्रेस जनता पार्टी पार्टी थोड़ी है, ये तो पीआर पेज है। ये सोशल मीडिया का बनाया हुआ एक अकाउंट है, एक पेज है, हाँ। समझे? पेज है, हाँ। तो ये पार्टी नहीं है। पार्टी नहीं है, ये आना चाहती है पार्टी में। चलो आप थोड़े कंफ्यूज लग रहे हो, कोई बात താങ്ക് യു. എന്തിനു വേണ്ടിയിട്ടെന്നോ ഏതിനു വേണ്ടിയിട്ടെന്നോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കണക്ക് ഇതാ വന്ന് നിൽക്കുന്നു പാറ്റാ സമരത്തിൽ. ചോദിച്ച ചോദ്യത്തിന് ആ ഇ ഒ ഇ എന്ന് മാത്രം ഉത്തരം. ഒന്നും അറിയത്തില്ല. ഒന്ന് മാത്രം അറിയാം, മോദി താഴെ ഇറങ്ങണം, BJP പാർട്ടി സിന്ദാബാദ്. പാർട്ടികളുടെ സമരം ഏകദേശം തീരുമാനമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന പാറ്റാക്കൂട്ടത്തിൽ പല രീതിയിൽ ഇവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് പലരും അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടും ഇപ്പോൾ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു സമരത്തിൽ എങ്ങനെയാണ് പല ആൾക്കാരും ഇടപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ സമരമായി മാറിയിരിക്കുന്നു. ഇന്നലത്തോടു കൂടി തന്നെ പാറ്റകളുടെ തനിക്കുണവും അതോടൊപ്പം തന്നെ പാറ്റകളുടെ ലക്ഷ്യവും അതോടൊപ്പം തന്നെ ഈ ഒരു തരത്തിൽ ഇത് ആരാണ് ഇത് പിന്നിൽ നിന്ന് നയിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അജണ്ട എന്താണ് എന്നുള്ളത് ഉൾപ്പെടെ പല രീതിയിൽ പല തരത്തിൽ പൊളിഞ്ഞ് പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഈ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അവിടെ വന്ന ആ ഒരു നിമിഷം മുതൽ തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് ഈ ഒരു സമരം എല്ലാ അർത്ഥത്തിലും തലതിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മോദി എന്താണോ വിചാരിച്ചത് അല്ലെങ്കിൽ BJP എന്താണോ ഇതുവരെ കാത്തിരുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇതിന്റെ അടിവേര് ഇളവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സമരം ഈ പറയുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യുവതയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു പറച്ചിൽ എത്ര യുവാക്കളാണ് ഈ ഒരു സമരത്തിൽ ഈ പറയുന്ന തരത്തിൽ നീറ്റ് പരീക്ഷയിൽ ഈ ഒരു പ്രശ്നം നേരിട്ട എത്ര യുവാക്കളാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു വീഡിയോസ് ഒക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകും അതിൽ ആ സമരത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ രാഷ്ട്രീയം കലർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കും. അതായത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് നീതി ലഭിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യമല്ല, വേറെ പലതുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവരുടെ അജണ്ട എന്താണെന്നും അവരെന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ കാത്തിരുന്നത് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ മോദി വീഴ്ച വലയിൽ ഇപ്പോൾ CJP ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇന്നലത്തോടു കൂടി തന്നെ അതായത് കോൺഗ്രസ് എപ്പോൾ ഇതിന് സപ്പോർട്ടുമായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രംഗത്തെത്തിക്കഴിഞ്ഞോ അതോടുകൂടി തന്നെ ഇത് രാഷ്ട്രീയ സമരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് കുളം തോണ്ടുന്ന തരത്തിലോട്ട് ഈ ഒരു സമരത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് 100% എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് BJP കാര്യങ്ങൾ എളുപ്പമാക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ മറ്റു പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്ന് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമരം എല്ലാ അർത്ഥത്തിലും ഒരു സ്പോൺസേർഡ് സമരം അല്ലെങ്കിൽ ഈ പറയുന്നത് ഒരു അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലുടനീളം ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലോട്ടാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇവരുടെ ആ ഒരു സമരത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ, ഇവിടുത്തെ മാധ്യമങ്ങളല്ല, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വിഷ്വൽസ് ഉൾപ്പെടെ അവർ പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമരത്തിനിടയിൽ ഇതിനുള്ളിൽ ഈ പറയുന്ന CJP പെട്ട ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അത്രയ്ക്കും ക്വാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം ഇവരെ പോലീസ് ആക്രമിച്ചു എന്നുള്ളതല്ല, ഇവരങ്ങോട്ട് ചൊറിഞ്ഞു ഇങ്ങോട്ട് മാന്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഇവർ കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും ശരിക്കും ദേശീയ മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമരം അവർ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിന്നത് അതിന് ഏറ്റവും വലിയ തോതിലുള്ള ഒരു തലക്കടിയാണ് ഇന്നലെ കിട്ടിയതെന്ന് പറയുന്നത്. കാരണം ഇന്നലെ ഈ പറയുന്ന തോതിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്നതിന് പിന്നാലെ ഇത് എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന CJP അല്ലെങ്കിൽ അഭിജിത്തിന്റെ കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് ഈ പറയുന്ന അഭിജിത്ത് തന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ മാത്രമാണ് സമരം ചെയ്യുന്നത്, അല്ലാതെ ബാക്കിയുള്ളിടത്ത് ഒന്നും തന്നെ നമ്മളില്ല, അതൊന്നും ആ ഒരു തരത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഉൾപ്പെടെ ഈ പറയുന്ന അഭിജിത്ത് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്ന വ്യക്തിക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമരം ഇപ്പോൾ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമരം തീർച്ചയായിട്ടും ഇത് എല്ലാ അർത്ഥത്തിലും ഇത് നേരെ തിരിഞ്ഞു കൊത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിലിപ്പോൾ എന്തോ
സംഖ്യകളെ ഇപ്പോൾ അങ്ങ് പെടുത്തി കളയാം, സംഖ്യ ഇപ്പം അങ്ങ് മലർത്തി അടിച്ചു കളയാം, ഇപ്പോൾ അങ്ങ് കേന്ദ്രത്തിനെ പിടിച്ച് താഴെ ഇറക്കി കളയാം എന്നൊക്കെ വ്യാമോഹിച്ച് കഴിയുന്ന ഇടതും വലതും ഒക്കെ തന്നെ ശരിക്കും സ്വയം മണ്ടന്മാർ അല്ലെങ്കിൽ പൊട്ടന്മാരാകുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ എന്തോ വലിയ തോതിൽ ഇപ്പോൾ അങ്ങ് സംഭവിച്ച് കളയും എന്നൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന ഇവിടുത്തെ കുറേയധികം മാപ്ര ചാനലുകളുണ്ട്. ഇവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്ന തരത്തിലാണ് അവർ ഓരോ ക്യാപ്ഷൻസ് ഉൾപ്പെടെ എഴുതി ചേർക്കുന്നതെന്ന് പറയുന്നത്. അത്രയ്ക്കും ദയനീയമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഓരോ വാർത്തകൾ എന്ന് പറയുന്നത് തന്നെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സമരം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് തൊലപ്പിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇന്നലത്തോടു കൂടി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വരും നാളിൽ ശരിക്കും BJPക്ക് വളരെ വലിയ തോതിൽ അനുകൂലമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഇന്നലത്തോടു കൂടി തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് ഉൾപ്പെടെ ഈ പറയുന്ന ബാക്കിയുള്ള പാർട്ടികൾ ഉൾപ്പെടെ ഈ പറയുന്ന ഇടത് പാർട്ടികളെല്ലാം കൂടി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമായിട്ട് ഈ പറയുന്ന CJP സമരം, അതായത് ഈ പറയുന്ന സമരം ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞു. ഇത് പ്രതിപക്ഷ സമരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള സമരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ അത് ബോധ്യപ്പെടുത്തിയില്ല, ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും കാത്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാണ് എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ളത് ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ CJP പെട്ടവന്മാർ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യൻ ആർമിയെ കുറിച്ച് വരെ അതിൽപ്പെട്ട ഒരുത്തൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് പുറത്തിറങ്ങാത്ത വണ്ണം കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഇവരൊക്കെ ആരാണ്? അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു തരത്തിലും ഈ പറയുന്ന രീതിയിൽ തണുപ്പും കാടും മലയും ഒക്കെ താണ്ടിയിട്ട് ഈ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് അവരെ എന്ത് അർത്ഥത്തിൽ കുറ്റം പറയാനാണ് ഈ പറയുന്ന CJPയിൽപ്പെട്ട ഇവറ്റകളൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്, ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്, ഇവരെന്താണ് ഇവർ കരുതുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ തന്നെയാണ് വീഡിയോസിലൂടെ സോഷ്യൽ മീഡിയാസിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പോലും ഇത്രയ്ക്കും ചെറ്റത്തരങ്ങൾ വിളിച്ച് പറയാനായിട്ട് ഇവനൊക്കെ ആരാണ് ലൈസൻസ് കൊടുത്തത്? എന്നിട്ട് ഇവന്റെ തന്നെ ഒരു മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനൊക്കെ കുറച്ചൊന്ന് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ എന്തോ നേപ്പാൾ, ബംഗ്ലാദേശ് എന്നൊക്കെ ഈ CJP സമരത്തിൽ ഉള്ള ആൾക്കാർ തന്നെ പലരും ആ ഒരു തരത്തിൽ പറയുന്ന വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നോർക്കുക, ഇത് നേപ്പാളോ ഇത് ബംഗ്ലാദേശോ ഒന്നുമല്ല, ഇത് ഇന്ത്യയാണ്. ഇവിടെ എന്തെങ്കിലും കുത്തിക്കഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് തരാനായിട്ടുള്ള ഭരണകൂടവുമുണ്ട്, അതിനൊത്ത ആർമിയും പോലീസും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സമരത്തെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ കോൺഗ്രസ് മുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ആ ഒരു വില തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഇടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം.